വർഷക്കാലം തൻ്റെ കൂടെ നടന്ന അരുമ ശിഷ്യന്മാരെ ആണിത്തഴമ്പുള്ള കരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച് അനന്തതയിലേക്ക് കരേറിപ്പോയ കർത്താവായ യേശുക്രിസ്തു താൻ ആ ഉന്നതങ്ങളിലേക്ക് കരേറിപ്പോകുമ്പോൾ കർമ്മേക പടലങ്ങളെ നോക്കി നിൽക്കുന്ന വത്സല ശിഷ്യന്മാരോട് അവരുടെ നിറകണ്ണുകളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ 2 മാലാഖമാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വേഗം വരും എന്ന് അവരോട് അരുളി ചെയ്തു. അവരുടെ ജീവിതത്തിന് ഏറ്റവും ആനന്ദവും സന്തോഷവും നൽകിയ അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരുന്നു അവർക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ അവൻ്റെ പ്രാണപ്രിയനായ കർത്താവിൻ്റെ വരവാണ്. താമസമിന ലോകം കാണുവാൻ പോകുന്ന ഏറ്റവും മഹത്തായ സംഭവമാണ് യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളത്. അന്ന് അവൻ വരുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ തൻ്റെ സവിധത്തിലേക്ക് അവൻ ചേർക്കും. അന്ന് അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളെല്ലാം തുടച്ചു കളയും. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ആ സുന്ദരമായ ആ സ്ഥലത്ത് ഞാനും നിങ്ങളും എത്തിച്ചേരും. വാനിൽ വന്നിടുമേ വിണ്ണിൽ ദൂതരുമായി. നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും ആസന്നമായിട്ടിരിക്കുന്നു. ആ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് നമുക്ക് ജീവിക്കാം. വന്നിടുമേ വിണ്ണിൽ ദൂതരുമായി രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. ശാലേം നഗരമതിൻ തങ്കവീഥികളിൽ ചേലെഴും പ്രിയന്റെ സ്നേഹ കൈകളിൽ നാം ചേർന്നു വിശ്രാമം നേടിടുമെന്ന്, ചേർന്നു വിശ്രാമം നേടിടുമെന്ന് തീർന്നിടുമാകുലങ്ങൾ. വന്നിടുമേ വിണ്ണിൽ ദൂതരുമായി രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. മണ്ണിൽ നിലനിൽക്കും ഒന്നും നമുക്കില്ല, വിണ്ണിലൊരുക്കുന്ന വീടു നമുക്കുണ്ട്. വീണ്ടെടുപ്പിൻ നാൾ വേഗം വരുന്നു, വീണ്ടെടുപ്പിൻ നാൾ വേഗം വരുന്നു. വീട്ടിൽ നാം ചേർന്നിടാറാ വന്നിടുമേ വിണ്ണിൽ ദൂതരുമായി രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ.
ഒന്നാമത്തെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 42-ാമത് വചനം. അവർ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വെച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ ഏറെ ഭയമുളവാക്കുന്ന ഒരു സ്ഥലമാണ് കല്ലറ. അവിടേക്ക് പോകുവാൻ ആർക്കും താല്പര്യമില്ല. ആ കല്ലറ വേദനയുടെയും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥലമാണ്. ആരും ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ കല്ലറ ഒരു സന്തോഷത്തിൻ്റെ സ്ഥലമായിട്ട് തീരുകയാണ്. എവിടെ ദുഃഖിച്ചു നിന്ന ഒരു കല്ലറയുണ്ടായിട്ടുണ്ടോ അവിടെ സന്തോഷത്തിൻ്റെ കല്ലറയായി അത് തീരുകയായിരുന്നു. മഗ്ദലേന മറിയ അതിരാവിലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലേക്ക് എത്തിയപ്പോൾ ആ കല്ലറയിൽ കാണുവാനായിട്ട് കഴിഞ്ഞത് ആ തുറക്കപ്പെട്ട കല്ലറയായിട്ടാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശു കർത്താവ് അവൻ്റെ മാത്രം പ്രത്യേകത ലോകത്തിലുള്ള മഹാന്മാരുടെ കല്ലറകൾ മുഴുവൻ അടഞ്ഞുകിടക്കുമ്പോൾ ഈ ഉലകത്തിൽ എല്ലാ മഹാന്മാരും മരിച്ച് മണ്ണോട് ചേർന്ന് ആ കല്ലറകൾ ഇന്നും അവനിക്ക് മീതെ അടഞ്ഞുകിടക്കുമ്പോൾ നസ്രനായ യേശുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ആ കല്ലറയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാ: ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനിവിടെയില്ലവൻ ഉയർത്തെഴുന്നേറ്റു, തുറന്ന കല്ലറ മൊഴിയുന്നു. മരണത്തെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റവൻ ഉയരത്തിൽ മഹിമയിൽ വാഴുന്നു. മരണത്തെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റവൻ ഉയരത്തിൽ മഹിമയിൽ വാഴുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ. മരണത്തിൻ വിഷമുള്ളടരുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. മരണത്തിൻ വിഷമുള്ളടരുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. തന്നുയിർ കുരിശതിൽ തന്നവനേശുവിൻ വെന്നിക്കൊടികളിതാ ഉയരുന്നു. തന്നുയിർ കുരിശതിൽ തന്നവനേശുവിൻ വെന്നിക്കൊടികളിതാ ഉയരുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ.
ഒലിവെന്ന മലയിൽ താൻ വരുവാറായി ഉലകത്തെ വാഴുന്ന രാജാവായി. ഒലിവെന്ന മലയിൽ താൻ വരുവാറായി ഉലകത്തെ വാഴുന്ന രാജാവായി. ഉയരട്ടെ കതറുകൾ, ഉണരട്ടെ ജനതകൾ, ഉയർത്തുന്ന നാഥനെ വരവേൽക്കാൻ. ഉയരട്ടെ കതറുകൾ, ഉണരട്ടെ ജനതകൾ, ഉയർത്തുന്ന നാഥനെ വരവേൽക്കാൻ. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. അവനുന്നതന അതിവന്ദിതന, അവനവനിയിൽ വാഴും മഹേശ്വരൻ. അവനുന്നതന അതിവന്ദിതന, അവനവനിയിൽ വാഴും മഹേശ്വരൻ. അവനിവിടെയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു, തുറന്ന കല്ലറ മൊഴിയുന്നു. മരണത്തെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റവൻ, ഉയരത്തിൽ മഹിമയിൽ വാഴുന്നു. മരണത്തെ വെന്നവൻ ഉയർത്തെഴുന്നേറ്റവൻ, ഉയരത്തിൽ മഹിമയിൽ വാഴുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു, എൻ്റെ യേശു കർത്താവ് ജീവിക്കുന്നു. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ. അവനുന്നതന അതിവന്ദിതന, അവനവനിൽ വാഴും മഹേശ്വരൻ. ഉദ്ധാരണം ചെയ്ത യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത കണ്ട യോഹന്നാൻ അപ്പോസ്തോലൻ ആ യേശു കർത്താവിൻ്റെ മുമ്പാകെ മരിച്ചവനെ പോലെ വീണുകിടക്കുകയാണ്. ആ വ്യക്തിത്വം ഏതു മനുഷ്യനും ഭീതി ഉളവാക്കുന്ന ഒന്നായിട്ടാണ് യോഹന്നാൻ ശ്ലീഹയ്ക്ക് വെളിപ്പെട്ടത്. നസറനായ യേശു, ആ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ്റെ മുമ്പാകെ സകല നാവുകളും സ്തുതിക്കുന്ന ഒന്നാണ്. അവൻ്റെ മുമ്പാകെ സകല വ്യക്തികളും വീഴുവാൻ യോഗ്യമായ നാമമാണ്. വിശുദ്ധ ബൈബിളിൽ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു കർത്താവ് എല്ലാവരാലും സ്തുതിക്കപ്പെടുവാൻ ഉന്നതമായ നാമം ഉള്ളവനാണ്. അവൻ ഉന്നതനാണ്, മഹിമയിൽ വിരാജിക്കുന്നവനാണ്. അവൻ സർവത്തിനും മീതെ ദൈവമായിരിക്കുന്നവനാ. ആ ഉന്നതനായ ദൈവത്തെ സ്തുതിക്കാം. ഈ ഈസ്റ്റർ ദിനത്തിൽ അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ്റെ വല്ലഭത്വത്തെ ഓർക്കാം, അവൻ്റെ മഹിമയെ ധ്യാനിക്കാം. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ
യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും
എന്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്.